ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തിൻ്റെ വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് സ്പീഡാണ്, ഒന്ന് സ്ലോ ചെയ്യണമെന്ന്. സോ അപ്പോൾ ഇന്നോട്ട് ഞാൻ കുറച്ച് സ്ലോ ചെയ്ത് കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 40 പോയിൻറ്റ്സ് ഡൗൺ സൈഡിലാണ്. S&P 513 പോയിൻറ്റ്സ് ഡൗൺ സൈഡിലും നാസ്ഡാക്ക് 73 പോയിൻറ്റ്സ് ഡൗൺ സൈഡിലുമാണ് ട്രേഡ് ക്ലോസ് ചെയ്തത്. അപ്പം ഇറാൻ കോൺഫ്ലിക്റ്റ്, അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ ഭീഷണി വരുന്നുണ്ട്. ഇറാൻ അതുപോലെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഹോർമോസ് തുറക്കുമെന്നും ഹോർമോസിൻ്റെ ടോട്ടൽ കൺട്രോൾ US എടുക്കുമെന്നും, എന്നാൽ അത് നടക്കത്തില്ല എന്നുള്ള ഇറാൻ്റെ പ്രസ്താവനകൾ വരുന്നുണ്ട്. സോ ടോട്ടലി അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 41 പോയിൻറ്റ്സ് ഡൗൺ സൈഡിലാണ്. സോ നമുക്കൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയ നെഗറ്റീവ് ഓപ്പണിങ്ങിൻ്റെ പോസിബിലിറ്റിയാണ് ഉള്ളത്. നിക്കി നോക്കുവാണെങ്കിൽ 19 പോയിൻറ്റ്സ് അപ്പ് സൈഡിലാണ്. ഹാങ്സങ് 1% അപ്പാണ് കേട്ടോ, 319 പോയിൻറ്റ്സ്. ആൻഡ് തായ്വാൻ വെയിറ്റഡ് 132 പോയിൻറ്റ്സിലാണ് നിൽക്കുന്നത്. കോസ്പി ഓപ്പൺ ആയിട്ടില്ല. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് നോക്കുകയാണെങ്കിൽ 50 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാൻ. സോ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വലിയ സെല്ലിംഗ് പ്രഷറുകളൊന്നും കാണുന്നില്ല. ബട്ട് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് തോന്നും. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് എടുക്കാം. നിഫ്റ്റി കണ്ടല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, കഴിഞ്ഞ ഇടയ്ക്ക് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ വോളിയംസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. FIA സെല്ലിംഗ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു, മാർക്കറ്റ് എന്താ ഇങ്ങനെ എന്ന്. ഓക്കെ, നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ശനിയാഴ്ചത്തെ അല്ലെങ്കിൽ ഇന്നലെ അതായത് വീക്ക്ലി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ടോട്ടലി ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ആവണമെങ്കിൽ 24,590 എന്നുള്ള ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ ഞാൻ ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നമുക്കതിൻ്റെ ഒരു ഇൻട്രാഡേ ലെവൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 15 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഓക്കെ, മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പിനുള്ള പോസിബിലിറ്റിയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾ കണ്ടല്ലോ, ഒരു ട്രെൻഡ് ലൈൻ, സ്മോൾ ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്താണ് മാർക്കറ്റ് പോകുന്നത്. നമുക്ക് ബാക്കിയുള്ള വീഡിയോ ഇതെല്ലാം കളയാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു സോണിൽ നിന്നാണ് റിവേഴ്സൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ 24,240 എന്ന് പറഞ്ഞ സോൺ എന്ന് പറയുന്നത് അത്യാവശ്യം ബെറ്റർ സോണാണ്. ഈ ഒരു ഏരിയ, ഈ ഒരു ടോട്ടൽ സോൺ എന്ന് പറയുന്നത് റിവേഴ്സലിന് പറ്റിയ ഒരു സോണാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഓക്കെ, ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ട്രെൻഡ് ലൈന് കീപ്പ് ചെയ്താണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ മേ ബി ഡൗൺ സൈഡ് വന്നാലും ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പിനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഡൗൺ സൈഡ് വന്നാൽ ഈ ഒരു ഡിമാൻഡ് സോൺ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ആൻഡ് മാർക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഒരു നല്ലൊരു 50 മിനിറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ഇവിടെ എന്താ പറയുക ഡെവലപ്പായി വരുന്നത് കൊണ്ട് മാർക്കറ്റിൽ. ഓക്കെ, മാർക്കറ്റ് ഇതാ കണ്ടില്ലേ, ഇവിടെ ഉള്ള ചെറിയ സോണിൽ മാർക്കറ്റിൽ ഇങ്ങനെ കിടന്നും നിഫ്റ്റി കളിക്കുകയാണ്. അതൊരു ബെറ്റർ എന്താ പറയുക പ്രൈസ് ആക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ 24,430 നമുക്ക് ഈ ഒരു സോണും മാർക്കറ്റിൽ ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. 24,430 to 24,475. ആൻഡ് ഇൻട്രാഡേ ലെവലിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ മാർക്കറ്റ് കീപ്പ് ചെയ്യുമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 24,660 666 നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും 0.8%. ഓക്കെ, 24,460 ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അടുത്തത് 24,660 എന്നുള്ള സോണിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഹയർ ലെവൽസിനുള്ള പോസിബിലിറ്റീസ് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ റേഞ്ചിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ടെലിഗ്രാം ചാനലുകൾ ലൈവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്തേക്കുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തിനി ഏതാണ് നെഗറ്റീവ് പോയിൻറ്റ്സിൻ്റെ സീൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഇവിടെ വിസിബിൾ ആണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടില്ലേ, ഇത്രയും വലിയൊരു ഗ്യാപ്പ് മാർക്കറ്റിൽ വിസിബിൾ ആണ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു ചെറിയ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഡൗൺ സൈഡ് വരാതിരിക്കട്ടെ, ഡൗൺ സൈഡ് വന്നാൽ ഉള്ള ഒരു സിനാരിയോ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ, മാർക്കറ്റ് ആദ്യം 24,130 ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 24,000 കണ്ടില്ലേ, എപ്പോഴും 24,000ലേക്ക് റീടെസ്റ്റ് എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്. ഓക്കെ, അത് ഈ ഗ്യാപ്പ് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ 24,000ലേക്ക് ഒരു റീടെസ്റ്റ്, ഒരു പോസിബിലിറ്റി എപ്പോഴും നമ്മളവിടെ മനസ്സിൽ കണ്ടുവേണം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും. ഓക്കെ, സോ ഇതാണ് എൻ്റെ നിഫ്റ്റിയിലെ വ്യൂ.
ബാക്കി എന്തെങ്കിലും വലിയ നമുക്ക് പ്രതീക്ഷിക്കാതെ പ്രൈസ് ആക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനൽ ലൈവിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം റിസൾട്ട് സീസണൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടുകളൊക്കെ ഒരുപാട് കമ്പനികൾ തന്നിട്ടുണ്ട്. ഫിസിക്സ് വാലയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡോമിൻ ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ക്വാണ്ടിറ്റി. പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ സിൽവർ ലൈൻ ടെക്നോളജീസ്, സ്റ്റാർ ബീം, ഫിൻജ്യൂസ് അങ്ങനെ തുടങ്ങിയ കമ്പനികളിലെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നുണ്ട്. ഫിസിക്സ് വാലയുടെ റിസൾട്ട് വരികയാണെങ്കിൽ 120 കോടിയിൽ നിന്ന് 77 കോടിയിലേക്ക് ലോസ് നേരെ ചെയ്ത് റവന്യൂ സൂം ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾ പ്രൈം മിനിസ്റ്റർ മോദിയുടെ പ്രസംഗത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ സർക്കാരിന് സൗജന്യമായിട്ട് തരും എന്നുള്ളൊരു ന്യൂസ് PM മോഡിയുടെ ചർച്ചയിലുണ്ടായിരുന്നു. സോ ഇതുപോലത്തെ കമ്പനികളിൽ, എഡ്യൂക്കേഷൻ ബേസ്ഡ് കമ്പനികളിൽ ചിലപ്പോൾ ഒന്ന് ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫിസിക്സ് വാല ഞാൻ എന്തായാലും ഇന്ന് വാച്ച് ലിസ്റ്റിലിടും. എങ്ങനെയാണ് മാർക്കറ്റ് ആ ഒരു ന്യൂസിനോട് റിയാക്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട്. ശേഷം വോൾട്ടാസ് പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട് 140 നിന്ന് 213 കോടിയിലേക്ക്. റവന്യൂ ഗ്രോത്ത് ആണ് കൊള്ളാവുന്നതാണ്, 18% ഉണ്ട്. റുബിക്കോൺ റിസർച്ചിന്റെ പ്രോഫിറ്റ് 43 ക്രോഡ്സിൽ നിന്നും 84 ക്രോഡ്സിലേക്ക് മാറി. അതായത് 95% ഗ്രോത്ത് ആണ്. റവന്യൂ ജിമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. GMR എയർപോർട്ട്സിന്റെ പാസഞ്ചർ ട്രാഫിക്കിൽ സ്ലൈറ്റ്ലിയുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് പാസഞ്ചർ ട്രാഫിക്കിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ റിലയൻസിന്റെ ന്യൂസ് എല്ലാവരും അറിഞ്ഞതായിരിക്കും. റിലയൻസും റോൾസ് റോയ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിന്റെ കാര്യത്തിൽ എന്തിനാണ് ഡിസൈൻ, ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ആൻഡ് ഡെലിവറി ഓഫ് സോവറൈൻ ഇൻഡിജിനസ് കോമ്പാക്ട് ഇന്ത്യൻ ഫോർ ഇന്ത്യസ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMCA പ്രോഗ്രാമിന്റെ ഭാഗത്ത് റിലയൻസ് റോൾസ് റോയ്സും ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ഇന്ത്യക്ക് വളരെ നല്ലതാണ്. എയറോസ്പേസ് ഗ്യാസ് ടർബൈൻ കോംപ്ലക്സ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം നിർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയിലുണ്ട്. വളരെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, പിന്നെ PB ഇൻഫോടെക്കിന് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഉള്ള ന്യൂസ് അവിടെ എന്താണുള്ളത്? ജൂനിപ്പർ എനർജിക്ക് ഒരു ലെറ്റർ ഓഫ് അവാർഡ് വന്നിട്ടുണ്ട്. ഒരു കമ്പനിയിലെ പ്രത്യേകിച്ച് വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസുകൾ പിന്നെ കിറ്റെക്സ് ഗവൺമെന്റ് റേസിംഗ് ഫണ്ട്സ് ഉള്ളതാണ്. ഇതൊക്കെ തന്നെയാണ്. ബാക്കി മാർക്കറ്റ് മൺഡേ അല്ലേ, ഓപ്പൺ ആയ ശേഷം ബാക്കി ചർച്ചയാണ്. അപ്പോൾ എന്തായാലും വീക്ക്ലി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ലാസ്റ്റ് വീഡിയോ ഒന്നുകൂടെ പോയി കാണുക. ഓക്കെ, ബാക്കി സ്റ്റോക്സ് ഒന്നും ചർച്ച ചെയ്യുന്നില്ല, അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ നമുക്ക് കാണാം നാളെ.